ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. സൈഡിലുള്ള എക്സ്ട്രാ ബോൺസ് ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം. രണ്ടാക്കി മുറിച്ചിട്ട് നമുക്കിത് ക്യൂബ്സ് ആക്കാം. ഈ സൈസ് വരുന്ന പീസസ് ആണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ള പീസും കൂടി നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് മാരിനേഷൻ ടൈം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിച്ചത്, സീ സോൾട്ട്, പിന്നെ കുറച്ച് ഓയിലും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 6 hours എങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. ഇത് ആ മാരിനേഷൻ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്തെടുക്കാം. പല ബാച്ചായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാവും. ഒരുമിച്ചിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഫിഷ് റെഡി. അതേ ഓയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കടുക്, ഉലുവ, കറി ലീഫ്, പച്ചമുളക്, ഇഞ്ചി ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിച്ചത്, വിനാഗിരി,
ഉപ്പ്, നല്ലെണ്ണ, ഒന്ന് തിളച്ച് കുറുതായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മാജിക് പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാം. ഈ മാജിക് പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ബീഫ് പിക്കിളിൻ്റെ റെസിപ്പിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ റെസിപ്പി കിട്ടും കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് പിക്കിൾ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.